വീട് വൃത്തിയാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ OCD-ക്കാരല്ല. പക്ഷേ വീട് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ് ഉണ്ടാവുകയും ടെൻഷൻ ഉണ്ടാവുകയും നിരന്തരമായിട്ടും വീട് വൃത്തിയാക്കണം എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് OCD-യുടെ ലക്ഷണമായിരിക്കാം. OCD-യുടെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് വീട് വൃത്തിയാക്കുക, തുണി മടക്കി വെക്കുക, പാത്രം കഴുകി വെക്കുക, അങ്ങനെ എന്തുമായിക്കോട്ടെ ഇങ്ങനെ ഈ വൃത്തിയാക്കുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഡിലേ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. OCD ഉള്ള ആളുകളെ എല്ലാ കാര്യത്തിലും ഡിലേ ആക്കുന്നത് കൊണ്ട് ഇവർക്ക് നന്നായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ദേഷ്യം വരും. ഇവരുടെ കൂടെ താമസിക്കുന്ന മറ്റാൾക്കാർക്കും ദേഷ്യം വരും. എന്ത് ചെയ്താലും ഒരു തൃപ്തി തോന്നാത്ത ഒരു അവസ്ഥയാണ് OCD എന്ന് പറയുന്നത്. OCD-യിൽ പ്രധാനമായിട്ടും ഒബ്സഷൻ, കമ്പൽഷൻ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് വരുന്ന ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഒരു കമ്പൽഷനും കൂടി ഉണ്ടാവും. ആ ഒബ്സഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒപ്പോസ് ആയിട്ടുള്ള, അതിനെതിരെയായിട്ടുള്ള ഒരു പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, എപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഹേവിയർ ആണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. അവരുടെ ചിന്തകളും പ്രവർത്തികളും നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. OCD ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുടെ ഡെയിലി ലൈഫിനെ തന്നെ നന്നായിട്ട് എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പഠനം, ജോലി, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാത്തിലും പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. OCD-യുടെ ലക്ഷണങ്ങൾ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കൗൺസിലിംഗ്, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക.